ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്തും പറമ്പിലും ഒരു സംരക്ഷണവും നൽകാതെ തന്നെ ധാരാളമായിട്ട് വളർന്നു വരുന്ന ഔഷധ സസ്യത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങളെയും, അതായത് ആന്തരികമായതാണേലും ബാഹ്യമായിട്ടുള്ളതാണേലും പൂർണ്ണ സൗഖ്യം നൽകുന്ന ഒരു അമൂല്യ സസ്യം. അതുപോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾക്ക് നമുക്ക് പൂർണ്ണ സംതൃപ്തി നൽകുന്നതുമായിട്ടുള്ള ഒരു സസ്യത്തെക്കുറിച്ചാണ് പറയുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോവല്ലേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറന്നു പോകല്ലേ. ദശപുഷ്പങ്ങളിൽ വളരെ പ്രധാനമായ മുക്കുറ്റിയെക്കുറിച്ച് അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല. ഒരു വീടിൻ്റെ മുറ്റത്തും തൊടിയിലും മുക്കുറ്റി ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ ഡോക്ടർ എന്ന് തന്നെ മുക്കുറ്റിയെ വിശേഷിപ്പിക്കാം. അത്രയ്ക്ക് ഉപകാരപ്രദമാണ് മുക്കുറ്റി. നമ്മുടെ ഗ്രാമീണ സംസ്കൃതിയുടെ ഒരടയാളം തന്നെയാണ് മുക്കുറ്റി. മുക്കുറ്റി വീടുകളിൽ വളരുന്നത് അതിവിശിഷ്ടമാണ്. ദൈവാംശമുള്ള മണ്ണിലാണ് ഈ സസ്യം ധാരാളമായി ഉണ്ടാകുന്നത്. എല്ലായിടവും മുക്കുറ്റിയെ കാണാനും കഴിയില്ല എന്നതും ഒരു വാസ്തവമാണ്. പോസിറ്റീവ് എനർജി ഉള്ള ഇടങ്ങളിലാണ് ഇവ ധാരാളമായിട്ട് ഉണ്ടാവുന്നത്. നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഈ ചെടിയുടെ സാമീപ്യം ഒരു കാരണമാവാറുണ്ട് എന്നും നമുക്കറിയാം. ഗണപതി ഭഗവാന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് മുക്കുറ്റി. മുക്കുറ്റി കൊണ്ട് ഭഗവാന് മാല ചാർത്താറുണ്ട്. മുക്കുറ്റി പൂ കൊണ്ട് അർച്ചന ചെയ്യാറുണ്ട്. ഗണപതി ഹോമത്തിന് അതിവിശിഷ്ടമാണ് മുക്കുറ്റി. ആഗ്രഹ സാഫല്യത്തിനായി 108 മുക്കുറ്റി കൊണ്ട് ഭഗവാന് മാല ചാർത്തും. മുക്കുറ്റി പൂ കൊണ്ട് മാല ചാർത്തും. അതുപോലെ തന്നെ കർക്കിടക മാസത്തിൽ സ്ത്രീകൾ മുക്കുറ്റി ഇല ഞെവടി നെറ്റിമേൽ ചാന്തിടാറുണ്ട്. ഇതിനൊരു രഹസ്യമുണ്ട്. നമ്മുടെ നാഡികൾ കൂടിച്ചേരുന്ന ഒരു ഭാഗമാണ് നെറ്റി. ആ നാഡികളെ ഉത്തേജിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കഴിവ് മുക്കുറ്റിക്കുണ്ട്. ഇതുവഴി ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. മുക്കുറ്റിക്ക് നിലംതെങ്ങ്, പീനപുഷ്പ, ജലപുഷ്പം, ലജ്ജാലു എന്ന പേരുകളിലും പല സ്ഥലങ്ങളിൽ അറിയപ്പെടുന്നു. ഈ ലജ്ജാലു എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ടാവാടി എന്ന് പറയുന്ന സസ്യത്തോട് സാമ്യമുള്ളതാണ് നമ്മുടെ മുക്കുറ്റി. തൊട്ടാവാടിയെ സ്പർശിച്ചാൽ അത് കൂമ്പിപ്പോകും. അതുപോലെ തന്നെയാണ് ഇതിലും നമ്മൾ ഒന്ന് തൊട്ടാൽ അല്ല സ്പർശിച്ചാൽ ഇതിൻ്റെ ഇലകളും കൂമ്പിപ്പോകും. അതുകൊണ്ടാണ് ലജ്ജാലു എന്ന പേര് അങ്ങനെയുള്ള പേരിൽ അറിയപ്പെടുന്നത്. ഇന്നുള്ള നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയുള്ള ഔഷധ സസ്യങ്ങളെക്കുറിച്ച് വലിയ ധാരണകളൊന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ആത്മീയമായ കാര്യങ്ങളിൽ മുക്കുറ്റിക്ക് നല്ല പങ്കാണ് വഹിക്കാനുള്ളത്. മുക്കുറ്റിക്ക് മഞ്ഞ പൂക്കളാണ് സാധാരണ നമ്മൾ കണ്ടുവരുന്നത്. എന്നാൽ വിരളമായിട്ട് വെള്ളപ്പൂക്കളോടുകൂടിയ മുക്കുറ്റിയും കണ്ടുവരുന്നു. മുക്കുറ്റിയുടെ ദേവത എന്ന് പറയുന്നത് പാർവതി ദേവിയാണ്. നിരവധി രോഗങ്ങൾക്ക് ആയുർവേദത്തിൽ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് മുക്കുറ്റി. മെഡിക്കൽ സയൻസ് ഇത്രത്തോളം വളരുന്നതിന് മുൻപ് നമ്മുടെ പൂർവികർ മുക്കുറ്റി അടക്കം എല്ലാവിധ ഔഷധങ്ങളെയും ആശ്രയിച്ചിരുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ആരോഗ്യത്തെയും അവരുടെ ആയുസ്സിനെയും കണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി മുക്കുറ്റി എന്തിനൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് നമുക്ക് നോക്കാം. മുക്കുറ്റി ഫുൾ ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ശരീരത്തിലെ വിഷാംശത്തെ പുറന്തള്ളാൻ ഇവ സഹായിക്കുന്നു. ഏതാനും കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടിരുന്നു. അതിനകത്തും ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്കറിയാവുന്നതും ഞാൻ ഉപയോഗിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം പ്രമേഹത്തിന് എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. പ്രമേഹത്തെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനും ദീർഘകാലമായിട്ട് മരുന്ന് കഴിക്കുന്നവർക്കും ഇത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാവുന്ന ഒരു ഔഷധമാണ് മുക്കുറ്റി. അതിന് 3 അല്ലെങ്കിൽ 5 മുക്കുറ്റി പിഴുത് അത് മുക്കുറ്റി ഉപയോഗിക്കുന്ന സമൂലമാണ്. അപ്പം നമ്മളത് എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴുകിയതിന് ശേഷം ഒരു 3-4 ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇതിട്ട് തിളപ്പിക്കുക. തിളപ്പിച്ച് പകുതിയാക്കി വെറും വയറ്റിൽ ഇത് കഴിക്കുക. 300-ഉം 400-ഉം ഒക്കെ ഉള്ള ഷുഗർ നേരെ 100-ലേക്ക് എത്തിക്കാൻ 1-2 ദിവസത്തെ ഉപയോഗം കൊണ്ട് നമുക്ക് ഫലപ്രദമായിട്ടുള്ള റിസൾട്ട് കിട്ടും. ത്രിദോഷങ്ങളെ നിയന്ത്രിക്കാൻ മുക്കുറ്റി കഴിക്കും. മുക്കുറ്റി കഴിച്ചാൽ ത്രിദോഷങ്ങൾ, എന്താണ് ത്രിദോഷങ്ങൾ? വാത, പിത്ത, കഫം, ഇതാണ് ത്രിദോഷങ്ങൾ. ഇതിൻ്റെ വേരിയേഷൻ വന്നാൽ നമുക്ക് രോഗാവസ്ഥ ഉണ്ടാകുന്നതാണ്. ശരീരത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥയാണ് വാത, പിത്ത, കഫം. അത് നോർമലായ രീതിയിലാണെങ്കിൽ. ഇതിലേത് കൂടിയാലും ഏത് കുറഞ്ഞാലും നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. മുക്കുറ്റി നമ്മുടെ വീടുകളിലുണ്ടെങ്കിൽ നമ്മൾ വേറൊരു മരുന്നിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരത്തില്ല. ശരീരത്തിന് നല്ല തണുപ്പ് തരുന്ന ഒന്നാണ് മുക്കുറ്റി.
പീരീഡ്സൊക്കെ കഴിയുന്ന സ്ത്രീകൾക്ക് ശരീരത്തിന് ചൂടിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഏറ്റവും നല്ലതാണ് മുക്കുറ്റി. അത് പാലിൽ കലർത്തി, അതായത് മുക്കുറ്റി അരച്ച് പാലിൽ കലർത്തി കുടിക്കാമെങ്കിൽ ശരീരം നല്ല രീതിയിൽ തണുത്ത് നമുക്ക് ആ ഉഷ്ണത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അതുപോലെ സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാവിധ രോഗങ്ങൾക്കും ഒരു പ്രതിവിധിയാണ് മുക്കുറ്റി. മുക്കുറ്റി സമൂലം അരച്ച് താറാമുട്ടയിൽ പൊരിച്ച് ഇപ്പം 3-4 മുക്കുറ്റി എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് അരച്ചിട്ട് ഒരു താറാമുട്ടയോ 2 താറാമുട്ടയോ എടുത്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് ഉപ്പൊന്നും ചേർക്കാതെ പൊരിച്ച് കഴിക്കുക. അത് നമ്മൾക്ക് അർശസിന് അല്ലെങ്കിൽ പൈൽസിന് ഏറ്റവും ബെറ്ററാണ്. അങ്ങനെ ഒരാഴ്ചയൊക്കെ കഴിക്കാമെങ്കിൽ പൂർണ്ണമായിട്ടും അത് മാറിക്കിട്ടും. സ്ത്രീകൾക്കുണ്ടാകുന്ന വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക് എന്ന് പറയുന്ന പ്രശ്നത്തിന് ഇത് അരച്ച് പാലിൽ കലർത്തി ദിവസവും കഴിക്കുന്നത്, വെറും വയറ്റിൽ 2 നേരം കഴിക്കും, രാവിലെയും വൈകിട്ടും ആഹാരത്തിന് മുമ്പായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തേനിൽ ചേർത്ത് കഴിച്ചാലും നല്ല റിസൾട്ട് കിട്ടും ഈ പ്രശ്നത്തിന്. ഇന്ന് നമ്മുടെ രക്തമൊക്കെ അശുദ്ധമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം മുക്കുറ്റി നീര് കണ്ടിന്യൂ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴേലുമൊക്കെ നമുക്ക് പറ്റുമ്പോഴൊക്കെ കഴിച്ചാൽ നമ്മുടെ രക്തശുദ്ധീകരണത്തിന് ഏറ്റവും ബെസ്റ്റാണ്. അതുപോലെ തന്നെ ആസ്മയ്ക്ക് മുക്കുറ്റി നീരോ അല്ലെങ്കിൽ മുക്കുറ്റി അരച്ചോ എങ്ങനെയായാലും നമ്മളത് കഴിക്കുന്നത് ആസ്മയ്ക്ക് ബെസ്റ്റാണ്. അത് പൂർണ്ണമായിട്ടും ആ കഫത്തെ ഇല്ലായ്മ ചെയ്യാൻ അത് എങ്ങനെയെന്ന് പറഞ്ഞാലും നമ്മുടെ ഉള്ളിൽ മുക്കുറ്റി ചെല്ലുന്നത് നല്ലതാണ്. മുക്കുറ്റി അരച്ച് മോരിൽ ചേർത്ത് കുടിക്കുന്നത് അതിസാരത്തിന് നല്ലതാണ്. സ്ത്രീരോഗങ്ങൾക്ക് ഏറ്റവും ഉത്തമമാണെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ നിത്യവും നമ്മളിത് കഴിക്കാമെങ്കിൽ നമ്മുടെ എന്താ പറയുക, പ്രായാധിക്യം ഒരു പഴയ കാലം പോലല്ല, ഇപ്പോൾ ഉള്ളവർക്കൊക്കെ പെട്ടെന്നാണ് ശരീരത്തിന് പ്രായാധിക്യം തോന്നുന്നത്. അപ്പോൾ സ്ഥിരമായിട്ട് മുക്കുറ്റി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ പ്രായാധിക്യം ബാധിക്കില്ല. കാരണം പെട്ടെന്ന് പ്രായം ചെല്ലില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ അവരുടെ ദാമ്പത്യ ജീവിതങ്ങൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത്. സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് നന്നായിട്ട് കിട്ടുന്നുണ്ട്. സ്ഥിരം ഉപയോഗിക്കുന്നവർക്ക് ശരീരത്തെ ചുളിവുകളൊക്കെ മാറാൻ നല്ലതാണ്, ഉപകരിക്കുന്നു. അതുപോലെ തന്നെ PCOD, PCOS ഇന്നത്തെ കുട്ടികൾക്കൊക്കെ ഗർഭധാരണം വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. PCODയും PCOSനും ഒക്കെ വളരെ ഏറ്റവും ഗുണകരമായ ഒന്നാണ് നമ്മുടെ മുക്കുറ്റി. ഞാൻ പറഞ്ഞല്ലോ, നിത്യ യൗവനം തരാൻ, പ്രായാധിക്യം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും ബെസ്റ്റാണ് മുക്കുറ്റി. മുക്കുറ്റിയും പൂവാങ്കുറുന്നിലയും സമം അരച്ച് നസ്യം ചെയ്യാറുണ്ട്. അതിനേറ്റവും മൂക്കിലെ ദശ പോകാൻ ഏറ്റവും നല്ലതാണ്. പിന്നെ മുക്കുറ്റി തന്നെ അരച്ച് ഒരു തുണിയിൽ കിഴി കെട്ടിയിട്ട് അത് നന്നായിട്ട് മൂക്കിലേക്ക് ശ്വസിക്കുക, നന്നായിട്ട് വലിച്ച് മൂക്കിലേക്ക് കയറ്റുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ മൂക്കിലെ ദശയ്ക്ക് പോവാൻ ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ മുക്കുറ്റിയും നറുനെയ്യും കൽക്കണ്ടവും ചേർത്ത് കഴിക്കുന്നത് അസ്ഥിചുരുക്ക് എന്ന പ്രശ്നത്തിന് ഏറ്റവും നല്ലതാണ്. അതുപോലെ മുക്കുറ്റിയുടെ പൂവ് ഒരു പിടി ചതച്ച് കിഴി കെട്ടി മൂക്കിൽ വലിക്കുന്നത് മൂക്കിലെ ദശ വളർച്ചയ്ക്ക് ഒരുപാട് നല്ലതാണ്. ഗർഭാശയ മുഴകൾക്ക് പാലിലോ തേനിലോ മുക്കുറ്റി അരച്ച് കഴിക്കുന്നത്, അല്ലെ മുക്കുറ്റി നീര് പിഴിഞ്ഞ് ചേർത്ത് കഴിക്കുന്നതും വളരെ ഫലപ്രദമാണ്. നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ മുക്കുറ്റി ഒരു സ്ഥിരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. രോഗപ്രതിരോധ ശക്തിക്ക് മുക്കുറ്റി ഒരു സ്ഥിരമായിട്ട് നമ്മളെല്ലാ ദിവസവും ഒരു മുക്കുറ്റിയെങ്കിലും ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ഉള്ളിൽ ചെല്ലുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ രോഗമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കാൻ പറ്റുന്നതാണ്. പ്രതിരോധ ശക്തി വർദ്ധിക്കും. പ്രസവം കഴിഞ്ഞ ശേഷം അവരുടെ വയറിനകം ശുദ്ധീകരിക്കാനും കൂടെ മുക്കുറ്റിയും ശർക്കരയും അരിപ്പൊടിയും ചേർത്ത് കുറുക്കുണ്ടാക്കി കഴിച്ചാൽ നമ്മുടെ ഗർഭാശയം ശുദ്ധമാകും എന്നാണ്. പഴയ കാലങ്ങളിൽ എല്ലാവരും അങ്ങനെ കൊടുത്താണ്. ഇന്നിപ്പം എല്ലാവരും മോഡേൺ മെഡിസിനാണ് ഉപയോഗിക്കുന്നത്. പണ്ടെന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ളതൊക്കെയായിരുന്നു ഉപയോഗിച്ചു. ഇപ്പോഴെല്ലാവർക്കും വയറും ചാടി മറ്റു പ്രശ്നങ്ങളൊക്കെയാണ്. ഇങ്ങനെയൊക്കെയുള്ളത് ഔഷധങ്ങൾ കഴിക്കുമ്പോൾ നമുക്ക് നല്ല വയറൊന്നും ഓവറായിട്ട് ചാടില്ല. നമുക്ക് സാധാരണ പോലെ നല്ല ഫാറ്റായ രീതിയിൽ ഫിറ്റായിട്ട് നിൽക്കുന്ന വയറും നമുക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ നേരത്തെ പണ്ടുള്ള സ്ത്രീകൾക്ക് ഉള്ളൊരു വിശ്വാസം എന്ന് പറഞ്ഞാൽ മുക്കുറ്റിയുടെ പൂവ് തലയിൽ സ്ഥിരമായിട്ട് ചൂടുന്നത് ഭർത്താവിന് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാകുമെന്ന് പഴയ തലമുറയിലുള്ള ആൾക്കാരൊക്കെ വിശ്വസിച്ചിരുന്നു. അപ്പോൾ അതൊരു നമുക്കറിയാം, ഇത് പൂജയ്ക്ക് എടുക്കുകയും മറ്റുള്ള എല്ലാ കാര്യത്തിനും ഈ പൂ എടുക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊരു ആത്മീയമായ ഒരു നല്ലൊരു
ആത്മീയമായിട്ട് നല്ലൊരു ഉപയോഗമാണ്. നമുക്കറിയാം ഇത് നമ്മൾ ഉപയോഗിച്ചാൽ നമുക്കിത് ഉപയോഗിച്ച് നോക്കുമ്പോഴേ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പം മുക്കുറ്റിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് പറയാനുണ്ട്. ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് എനിക്ക് ഷുഗർ വന്നപ്പോൾ എനിക്ക് ഷുഗർ വരാൻ തന്നെ കാരണം ഞാൻ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എനിക്ക് വാരിയെല്ല് 3 ഒടിഞ്ഞായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ശ്വാസം മുട്ടലുണ്ടാവും. അങ്ങനെ ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു, ഇപ്പോഴും എനിക്ക് പനിയൊക്കെ വന്നാൽ നല്ല ശ്വാസം മുട്ടലാണ്. അപ്പോൾ അങ്ങനെ അതിന് ശ്വാസം മുട്ടലിന് മെഡിസിൻ കഴിച്ച് എനിക്ക് ഷുഗറെന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടായി. അപ്പോൾ ഞാൻ പോയി നോക്കിയപ്പോഴാണ് അറിയുന്നത് 390 എനിക്ക് ഷുഗർ. ഡെർഫിലിനൊക്കെ ആയിരുന്നു എനിക്ക് ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ അതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഉപയോഗം കൊണ്ട് എനിക്കിങ്ങനെ ഉണ്ടായി. ഞാനപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കണ്ടിട്ടാണ് ഞാൻ മുക്കുറ്റി ഉപയോഗിച്ചത്. എനിക്ക് 390 ആദ്യം ഞാൻ ഈ മുക്കുറ്റി ഉപയോഗിച്ചു. എനിക്കത് 100 എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. ഇപ്പം ഞാനിത് 3 മുക്കുറ്റി എടുത്ത് കഴുകി വെള്ളം ഒഴിച്ചൊരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെക്കുകയാണ്. ഇത് തിളപ്പിച്ച് ഇനി ഇത് ഞാൻ വെറും വയറ്റിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ എൻ്റെ റിസൾട്ടാണിത്. എനിക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം ഞാൻ ഒരുപാട് പേരോട് പറഞ്ഞു, ഒരുപാട് പേർക്ക് ഇത് റിസൾട്ട് കിട്ടി. ഇതിപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സാധാരണ എനിക്ക് നേരത്തെ ഇതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. ഞാനിത് കഞ്ഞിക്കൊക്കെ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഔഷധ കഞ്ഞിക്കാണെന്നാണ് കരുതിയത്. ഇപ്പം ഞാൻ തീ കത്തിച്ചു അടുപ്പിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇത് തിളപ്പിച്ച് പറ്റിച്ച് ഇതിന് കുടിക്കുക. രാവിലെ ഒരു നേർപകുതിയിലേക്ക് എത്തിക്കുക. വെറും വയറ്റിലാണ് ഞാനിത് കഴിക്കുന്നത്. രാവിലെ വെറും വയറ്റിൽ ഇത് കുടിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് ഞാൻ ചായ കുടിക്കുക. അപ്പോൾ എനിക്കിതിന് ഇത് നേരത്തെ ഞാൻ ഔഷധ കഞ്ഞിക്ക് ഉപയോഗിച്ചിരുന്നു, നെറ്റിയിൽ തൊടാൻ ഉപയോഗിച്ചിരുന്നു, പിന്നെ മുറിവുണ്ടാകുമ്പം ഇത് അരച്ച് നീര് പുരട്ടി മുറിവ് കരിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ പുതിയൊരു അറിവ് കിട്ടിയപ്പോൾ ഞാനിത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മാക്സിമം നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, എല്ലാവരും ഇത് ഉപയോഗിക്കുക. വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. എന്നിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എനിക്ക് കൂടെ പങ്കുവയ്ക്കണം. നിങ്ങൾ എല്ലാവരും ഇത് ഉപയോഗിച്ച് നോക്കുക. എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു ഭാഗമായിട്ട് നമ്മളിതിനെ കണ്ടാൽ നമുക്ക് രോഗങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റും. നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലിയ ധനം. എനിക്ക് ഷുഗറൊന്നും വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഞാൻ വെൽനസ്സൊക്കെ നല്ലപോലെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ഇങ്ങനൊരു പ്രശ്നം വന്നതുകൊണ്ട് എനിക്ക് ഷുഗർ വന്നു. അതിനെ എനിക്ക് മാറ്റാൻ ഞാൻ മെഡിസിനൊന്നും കഴിച്ചില്ല. ഞാൻ ഈ മുക്കുറ്റിയിലാണ് എൻ്റെ ഷുഗറിനെ കൺട്രോൾ ചെയ്ത് നിർത്തിയത്. എനിക്കിപ്പോഴും ഞാൻ എല്ലാ ദിവസവും ആഴ്ച 2 ദിവസമൊക്കെ കൂടുമ്പോൾ 2-3 മുക്കുറ്റി അല്ലെ 1 മുക്കുറ്റി ഇത് നമ്മളൊരു കണക്ക് വെച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് തിളപ്പിച്ച് ഞാൻ വെറും വയറ്റിൽ കഴിക്കും. എനിക്കിപ്പോൾ ഷുഗറൊന്നുമില്ല. ഇതാണ് എൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇപ്പം കർക്കിടക മാസമാണ്. കർക്കിടക മാസത്തിൽ ഞാൻ കഞ്ഞി വെച്ച് മുക്കുറ്റി മറ്റ് പച്ചമരുന്നുകളൊക്കെ ചേർത്ത് കഞ്ഞി വെച്ചു കഴിക്കാറുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ അടുപ്പിൽ വെച്ചിരിക്കുകയാണ്. 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിനെ തിളച്ച് ഇപ്പോൾ ഇതിനൊരു ചെറിയ കളർ ഇറങ്ങി വരുന്നുണ്ട്. അത് എന്നിട്ട് പിന്നെ ഇത് തിളയ്ക്കുന്നതനുസരിച്ച് നല്ല ഒരു യെല്ലോ കളറിലേക്ക് വരും. എന്നിട്ട് ഇത് നേർപകുതിയിലേക്ക് എത്തിക്കുക. നേർപകുതിയിൽ എത്തിച്ചിട്ട് ചെറു ചൂടോടെ നമ്മളിത് അരിച്ചെടുത്തിട്ട് ചെറു ചൂടോടെ വേണം ഇത് കുടിക്കാൻ. ഇതിന് പഥ്യങ്ങളൊന്നുമില്ല. നമ്മുടെ ഈ ഇങ്ങനെയുള്ള മരുന്നുകൾക്കൊന്നും യാതൊരുവിധ പാർശ്വഫലങ്ങളോ പഥ്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. ഇപ്പം നമ്മളിത് കഴിച്ച് നമുക്ക് ഷുഗർ ഇല്ലെങ്കിൽ തന്നെയും മറ്റു പ്രശ്നങ്ങളില്ലെങ്കിൽ തന്നെയും നമ്മളിത് കഴിച്ചുകൊണ്ട് നമുക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. നമുക്ക് ആരോഗ്യം കൂടുതലുണ്ടാകും, ഇമ്മ്യൂണിറ്റി പവർ നന്നായിട്ടുണ്ടാകും, നല്ല ഹെൽത്തി ആയിട്ട് എപ്പോഴും ഇരിക്കാൻ കഴിയും. മുക്കുറ്റിയുടെ ഗുണങ്ങൾ എത്ര പറഞ്ഞാലും തീരില്ല. കാരണം നമ്മളറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുക്കുറ്റി ഉപയോഗിക്കുന്നു. പണ്ടുള്ളവരെല്ലാം നന്നായിട്ട് മുക്കുറ്റിയും അതുപോലെ തന്നെ മറ്റ് ഔഷധ സസ്യങ്ങളും നല്ല രീതിയിൽ ഉപയോഗിച്ചു അവർ ആരോഗ്യത്തോടെ ജീവിച്ചു. ഇതൊക്കെ നമ്മൾ കണ്ടുവന്നു. നമ്മളിപ്പം ഇതൊന്നും കണ്ടെത്താനോ ഇത് തിളപ്പിച്ച് കുടിക്കാനോ മരുന്നാക്കി കഴിക്കാനോ നമ്മൾ സമയം മെനക്കെടുത്താത്തത് കൊണ്ടാണ് നമുക്കിന്ന് പല രോഗങ്ങളും ഉണ്ടാകുന്നത്. ഇന്നിപ്പോഴത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും പല പല രോഗങ്ങളിലേക്ക് എത്തിക്കുന്ന ഭക്ഷണവും വെള്ളവും വായുവും എല്ലാം വിഷാംശം നിറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പല പല രോഗങ്ങളും നമ്മളെ പിടികൂടുന്നത്. അപ്പം നമ്മൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനെ കൊണ്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെറിയ തോതിൽ ചെയ്താൽ നമ്മുടെ ഉള്ളിലേക്ക് വന്നു ചേരുന്ന വിഷാംശത്തെ പുറത്തു തള്ളാനും നമുക്ക് നല്ല രീതിയിൽ
പിന്നെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാനും പറ്റും. ഇത് മറ്റുള്ളവർക്ക് വേണ്ടുന്ന ആവശ്യത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ യൂട്യൂബ് തുറന്നാൽ ഇങ്ങനെ ഒരുപാട് ഔഷധ സസ്യങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ പരീക്ഷിക്കുക, നമ്മൾ ചെയ്യുക, നമ്മുടെ ആരോഗ്യ പ്രശ്നത്തിനനുസരിച്ച് നമ്മൾ ചെയ്യുക. അപ്പം നമുക്ക് പൂർണ്ണമായിട്ടും അതിനൊരു മാറ്റം ഉണ്ടാകും. അപ്പം നിങ്ങൾ ഇത് ഇതിപ്പം തിളയിട്ട് വരുവാണ്, വെള്ളം തിളയിട്ട് വരുന്നുണ്ട്. ഇത് നിങ്ങളിപ്പോൾ കണ്ടല്ലോ, ഇതിപ്പം ഞാൻ 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിന് പകുതിയിലേക്കാണ് ഞാൻ തിളപ്പിച്ച് പറ്റിക്കുന്നത്. പകുതിയിലെത്തി കഴിയുമ്പോൾ അന്നേരം നല്ല ഡാർക്ക് കളറിലേക്ക്, ഒരുവിധം നല്ല മഞ്ഞ കളറിലേക്ക് എത്തും. എന്നിട്ട് പിന്നെ ഞാനത് തണുപ്പിക്കുക എന്ന് പറഞ്ഞാൽ ചെറു ചൂടോടെ. അപ്പോൾ അപ്പോഴാണ് നമുക്ക്, ഇപ്പം ഇങ്ങനെ ആണെങ്കിൽ പോലും നമുക്കതിനകത്ത് തേൻ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. അപ്പം ഇതിലിപ്പോൾ ഇങ്ങനെ കുടിക്കുമ്പം മധുരമൊന്നുമില്ലല്ലോ. അപ്പം നമുക്ക് ഇച്ചിരി തേനോ പഞ്ചസാര ഒന്നിനും ഉപയോഗിക്കരുത്, ഇച്ചിരി തേൻ ചേർത്ത് കഴിച്ചാൽ നല്ലതാണ്. ഇപ്പം വേണ്ട, ഇപ്പം നല്ല ഒരു കളറിലേക്ക്, ഇപ്പം ഒരു മഞ്ഞ കളറിലേക്ക് എത്തി. ഇപ്പം ഇത് ഞാൻ അടുപ്പ് നിർത്തിയിട്ട് ഓക്കെ, എല്ലാവർക്കും താങ്ക് യു.